തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടിയിൽ ലഹരി മഹാവിപത്തുകൾക്കെതിരെ ബോധവൽക്കരണ സദസ്സുമായി യുവജന കൂട്ടായ്മ. സമീപകാലത്തായി ചെറുമുക്ക് പള്ളിക്കത്തായി മുതൽ ചുള്ളിപ്പാറ സമൂസക്കുളം വരെയുള്ള വയലോര റോഡിൽ രാവും പകലും വ്യത്യാസമില്ലാതെ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചെറുമുക്ക്, തിരൂരങ്ങാടി, കക്കാട്, ചുള്ളിപ്പാറ, കരുമ്പിൽ എന്നീ പ്രദേശത്തെ ഒരുപറ്റം യുവാക്കളുടെ കീഴിൽ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശക്തമായി ലഹരിക്കെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നുവെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വയലോരത്ത് രാവും പകലുമില്ലാതെ റോഡുകളിൽ കാറ്റും കൊണ്ടിരുന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാൽ ഇവർക്കെതിരെയാണ് യുവജന കൂട്ടായ്മ രൂപപ്പെടുത്തി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തത്. ഇവ നാടിനും സമൂഹത്തിനുമിടയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാമൂഹിക വിപത്തിനെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും വളർന്നു വരുന്ന പുതുതലമുറ ലഹരിക്ക് അടിമപ്പെടുന്നതിന് വഴിയൊരുക്കാതെ ശ്രദ്ധിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും യുവജന കൂട്ടായ്മ ആവശ്യപ്പെട്ടു. യുവജന കൂട്ടായ്മയുടെ കീഴിൽ ചെറുമുക്ക് ആതിർക്കാട് സംഘടിപ്പിച്ച ബോധവൽക്കരണ സദസ്സ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ശിശുരോഗ വിദഗ്ധൻ RMO ഡോക്ടർ ഹഫീസുർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പറയുകയാണെങ്കിൽ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുക, കല്യാണത്തിന് പോവുക, അതുപോലെ തന്നെ അവരെ മക്കള് അല്ലെങ്കിൽ കൂട്ടുകാരികളായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ലഹരിയാണ്. ഇതൊക്കെ നല്ല ലഹരിയാണ്. നല്ല ലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്, നമ്മൾ മെൻ്റൽ ഹാപ്പിനെസ് കിട്ടുന്ന എന്തും ഒരു ലഹരിയാണ്. ഇതുപോലെ തന്നെ ചീത്ത ലഹരിയുണ്ട്. ചീത്ത ലഹരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുകവലി, മദ്യപാനം, മുറുക്ക്, അതുപോലെ തന്നെ മറ്റു ഇഞ്ചക്ഷൻസുകൾ, പുതിയ രാസ പദാർത്ഥങ്ങൾ. അപ്പം ഇതിലൊക്കെ പൊതുവായിട്ട് സംഭവിക്കുന്നത് നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ, നമുക്ക് സന്തോഷം. MM അബ്ദുൽ കരീം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ PP ബിജു ക്ലാസ് എടുത്തു. ഈ 100-100ഓളം വരുന്ന ആളുകളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് സെക്കൻഡുകൾ മതി. ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുന്ന സമയത്ത് എൻ്റെ വിരൽ അതിലൊന്ന് മുക്കി, നിങ്ങളത് കുടിച്ചു, നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തി. എന്താ കാര്യം? വിരൽ ഞാൻ ആദ്യം എവിടെയാണ് മുക്കിയതെന്ന് അതിലുള്ള എന്താണെന്ന് നിങ്ങൾ അറിയില്ല. കാരണം കുറഞ്ഞ അളവ് മതിയല്ലോ. ഇപ്പോൾ ഈ 2020 മുമ്പ് ഞങ്ങൾ എക്സൈസും പോലീസും ഒക്കെ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ അളവും ഇന്നത്തെ ഞങ്ങളുടെ കേസുകളിലെ മയക്കുമരുന്നുകളുടെ അളവും തമ്മിൽ വലിയൊരു വ്യത്യാസം. ഞാൻ എന്നോട് ചോദിച്ചു, നീ എത്ര കാലമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? സാറേ, SSLC പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കേട്ട ഉടനെ തൊട്ടപ്പുറത്തിരുന്ന ഉമ്മ നെഞ്ഞത്തൊരട്ടിയാണ്. കാരണം ആ ഉമ്മ ഇതുവരെ വിശ്വസിച്ചത് മകൻ പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടാണ് വന്നത്, ആദ്യമായിട്ടാണോ എന്നുള്ളത്. SSLC കഴിഞ്ഞ ഉടനെ ഉപയോഗിക്കാൻ തുടങ്ങിയ കുട്ടി ഏകദേശം 1.5 കൊല്ലത്തോളമായി. ഇതിപ്പോ 2 മാസം മുമ്പ് ഇവിടെ നമ്മളെ ചെമ്മാട് തന്നെയാണ് സത്യം. 1.5 കൊല്ലത്തോളമായിട്ട് ഈ കുട്ടി സിഗരറ്റ്. ദിനേന ആയിരക്കണക്കിന് രൂപയാണ് പലരും ഈ മേഖലയിൽ ചിലവഴിക്കുന്നത്. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പതനത്തിന് വരെ കാരണമായേക്കാവുന്ന ഇത്തരം സാമൂഹിക വിപത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ഭാഗമായാണ് ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീതാണ് സദസ്സ് നൽകിയത്. നിയമവിരുദ്ധമായ ഈ സംവിധാനം അവസാനിപ്പിച്ച് ജനങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായി പ്രതികരിക്കേണ്ടി വരുമെന്നും ചടങ്ങിൽ സാക്ഷിയായ യുവാക്കളും മുതിർന്നവരും പറഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതിനെതിരെ ചെറുമുക്ക് വയലോരം ഏരിയയിലെ ഭാഗത്തുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം. അത് എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള നല്ലൊരു തീരുമാനം. ആ ഒരു തീരുമാനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിമുക്തി മിഷൻ്റെയും എല്ലാവിധ പിന്തുണയും ഉറപ്പു തരികയും ചെയ്യുന്നു. ചടങ്ങിൽ മദാരി അബ്ദുറഹ്മാൻ കുട്ടി ഹാജി, വാർഡ് മെമ്പർ ഒള്ളക്കൻ സിദ്ദീഖ്, VP ഖാദർ ഹാജി, വളപ്പിൽ അലവി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. മണക്കടവൻ അയ്യൂബ്, വളപ്പിൽ അസീസ, പറമ്പേരി ഫസിൽ, TK ഹാരിസ്, KT റഫീഖ, PK സമീർ എന്നിവർ നേതൃത്വം നൽകി. മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും അനസ് PT നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.